നിങ്ങൾ കുറേ ദിവസമായാലും എഴുതാൻ തുടങ്ങിയിട്ട് ഒന്നും ശരിയാവുന്നില്ല അല്ലേ? എന്താന്നറിയില്ല, ഒരു ഫ്ലോ കിട്ടുന്നില്ല. ആ, എങ്ങനെ ശരിയാകാനാ? മനസ്സിവിടെ ഒന്നല്ലല്ലോ. കലാകാരന്മാർക്ക് വല്ലതും ശരിയാവണമെങ്കിൽ മനസ്സിന്റെ കൺട്രോള് വേണം. അത് നീ പറഞ്ഞത് ശരിയാ. ഓ, ഞാൻ ഇത്ര നാളും പറഞ്ഞതിൽ ഒന്നും ശരിയായല്ലോ. രണ്ടെണ്ണം അടിച്ചാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. അതിന് നിനക്ക് വല്ല ബോധം വേണ്ടേ? കൂടി നിർത്ത് എന്ന് പറഞ്ഞിട്ട് മരിച്ചു പോകുന്നു പറഞ്ഞുകൊണ്ട് അത് നിർത്തി. ഒരു വിധത്തിൽ പറഞ്ഞ പല എഴുത്തുകാരും മദ്യപാനികളാ. എല്ലാ കുറ്റവും എനിക്ക്. ഒരു അകാല മരണം കാണണ്ടല്ലോ എന്ന് കരുതിയ. ആരോഗ്യം നോക്കാതെയുള്ള എഴുത്ത് ആർക്ക് വേണ്ടിയായിരുന്നു? അത് നിർത്തിയ കാരണം ഇപ്പൊ ജീവനോടെ ഇല്ലേ? എന്റെ ജീവൻ മാത്രം നോക്കിയിട്ട് ഇപ്പൊ എന്തായി? ഞാനൊന്നും പറയുന്നില്ല. ഹലോ. ഹലോ. എന്തായി, വൺലൈൻ കേൾക്കാറായോ? ഇല്ല സാർ, ഞാൻ നാളേക്ക് റെഡിയാക്കാം. ശരി, വേഗം ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. നോക്കിയേ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആ കേസ് ഒന്ന് പിൻവലിക്കുന്നേ. അത് മാത്രം എന്നോട് പറയണ്ട. കേസ് ഇതായിട്ടൊരു ബന്ധവുമില്ല. ഉണ്ട്. നമ്മുടെ മനസ്സ് സ്വസ്ഥാവുമ്പോ നമ്മുടെ ഭാവനയൊക്കെ ഒന്ന് ഉണരും. നീ പറഞ്ഞതല്ല ഞാൻ കേട്ടില്ലേ. പക്ഷെ ഇത് എന്നെ ഇങ്ങനെ ആക്കിയത് അവനാ. നിങ്ങളുടെ കഴിവ് ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അത് നിങ്ങളുടെ കയ്യിൽ തന്നെയല്ലേ. നീ ഇനി എന്ത് ന്യായീകരണം പറഞ്ഞാലും ഇതിന് മാപ്പില്ല. എനിക്കറിയാം, ഇച്ചായനെ പോലെ എനിക്കും അതിൽ വേദനയുണ്ട്. പക്ഷേ ഇനി ഒരിക്കലും ഇതുപോലെ ഒന്ന് എഴുതാൻ അയാൾക്ക് പറ്റുമോ? ഒരു പ്രാവശ്യം ജോൺ ചെറിയാൻ എന്ന പേര് വരില്ല. അതൊന്ന് വിട്ടുകളഞ്ഞിട്ട് നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. അവന് വരെ മാനസാന്തരം ഉണ്ടാവും. നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ ഉയർന്നു തന്നെ നിൽക്കണം. അത് തന്നെയല്ല എൻ്റെ ആഗ്രഹം. ഹലോ. പിന്നെ വക്കീലെ, ആ കരിന്തോട്ടത്തിൻ്റെ കേസ് ഞാൻ പിൻവലിക്കാം. ഇനി അത് വേണ്ട. ഒരു കാര്യം ചെയ്യാം, നാളെ ഓഫീസിലേക്ക് വരാം, എന്നിട്ട് നേരിട്ട് സംസാരിക്കാം. ഓക്കെ ഓക്കെ. ദൈവം ആ മനസ്സ് കാണുന്നുണ്ട്. ചതിച്ചവന് സ്നേഹം കൊണ്ട് തോൽപ്പിക്കാനാകണം. സ്നേഹമാണ് സത്യമെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം. എൻ്റെ ചായന് പറ്റും. നീ ചെയ്തത് എനിക്ക് നല്ല വേദന തന്നെയാണ്. പക്ഷേ നിന്നെപ്പോലെ എനിക്കാവാൻ പറ്റില്ല. ഞാൻ ആ കേസ് പിൻവലിക്കാം. അപ്പം നിന്നോടുള്ള വിരോധവും നീ എന്നും എൻ്റെ കൂട്ടുകാരൻ തന്നെയായിരിക്കും. ഇപ്പോൾ അവനല്ലേ തോറ്റത്? എൻ്റെ ചായൻ അവൻ്റെയും ദൈവത്തിൻ്റെയും മുമ്പിൽ ഒരു ഹീറോ തന്നെയാണ്. ഇപ്പോൾ ഒരു സമാധാനമായി, ഒരു റിലാക്സേഷൻ. ആ, ഇനി എഴുതിക്കോ. നമ്മുടെ ഈ കഥ തന്നെ ഒരു സിനിമയ്ക്കുള്ളതുണ്ടല്ലോ അല്ലേ? എന്നും എൻ്റെ മനസ്സിൽ ഒരു തോന്നലായി ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഇന്നും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ
അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചുപോയേനെ. പക്ഷെ പറ്റുന്നില്ലടോ. ഇത്രയ്ക്ക് പെട്ടെന്ന് പോകണ്ടായിരുന്നല്ലോ. ചവറച്ച, ഓരോ സിനിമയ്ക്കും സ്ക്രിപ്റ്റ് തുടങ്ങുമ്പോൾ അവളും ഞാനും കൂടെ അങ്ങയുടെ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. ഇന്നും ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല. അടുത്ത പടം അങ്ങിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. വിശ്വാസത്തെ തെളിച്ച ധീരസാരഥി, മാനാനം കുന്നിൽ നിന്നും മാലോക കേട്ടൊരു